പലരും ഒരുപാട് പ്രയാസങ്ങളും കഷ്ടപ്പാടുകളുമൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ വളരെ പ്രായം ചെന്ന ആളുകൾ പോലും വേച്ച് നടന്ന് ഈ കുന്ന് കയറി ഇവിടം വന്നിരുന്ന് ഇവിടുത്തെ ദുആയിലും മറ്റുമൊക്കെ പങ്കെടുക്കാൻ താല്പര്യം കാണിക്കുകയാണ്. അപ്പോൾ നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ ഞാനിങ്ങനെ എന്താ പറയാമെന്ന് ആലോചിക്കുമ്പോഴാണ് അങ്ങനെ പറയാമെന്ന് കരുതുന്നത്. ഇങ്ങനെയൊരു സംസാരം അത് കുറച്ചായി നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ പല ഭാഗങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട ശബ്ദങ്ങളായി കേട്ടുകൊണ്ടിരിക്കാറുണ്ട്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ സജീവമായ കാലത്ത് വീണ്ടും അതും അത്തരത്തിലുള്ള ആരോപണങ്ങളോ ആക്ഷേപങ്ങളോ പരിഹാസങ്ങളോ സജീവമായി കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിനോട് പറയാൻ നമുക്കെന്തിനാണ് ഇടയിൽ ഒരാൾ? നമ്മുടെ കണ്ഠനാടിയേക്കാൾ നമ്മളോട് അടുത്തവനാണല്ലോ അള്ളാഹു. നമ്മളെവിടെ വെച്ച് പറഞ്ഞാലും നമ്മളെവിടെ വെച്ച് ചോദിച്ചാലും കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന അള്ളാഹു. അവനോട് ഒരു കാര്യം ആവശ്യപ്പെടാൻ എന്തിനാണ് ഒരാളെ നമ്മളിങ്ങനെ ഇടയിൽ നിർത്തുന്നത്? ഒരു ഇടനിലക്കാരൻ്റെ ഒരു വസീലയുടെ ആവശ്യം എന്താണ് എന്ന് പറഞ്ഞ് പാരമ്പര്യമായി 1400ഓളം വർഷം പാരമ്പര്യമുള്ള ഒരു സരണിയെ അല്ലെങ്കിൽ ഒരു വിശ്വാസധാരയെ അനുവർത്തിച്ചു വരുന്ന ഒരു വിശുദ്ധമായ ദീനിൻ്റെ ചര്യയെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ സജീവമാണ്. അപ്പോൾ നമ്മൾ ഈ കുന്ന് കയറി ഇത്രയും ഇടങ്ങാറായിട്ട് ഇവിടെ വന്ന് ഇവിടെ ഇപ്പോൾ എന്താ നടക്കുക എന്ന് ചോദിച്ചാൽ ചില ആളുകൾ 1-2-3 രീതിയിലാണ് ഇവിടെ സ്വാഭാവികമായിട്ടും കാര്യങ്ങൾ നടക്കുക. ചിലർ ഇവിടെ വെച്ചിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യും. ചിലർ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹത്തുക്കളെ മുൻനിർത്തി അവരെ തവസ്സുലാക്കി അള്ളാഹുവിനോട് ദുആ ചെയ്യും. ചിലർ ദുആ ചെയ്യണമെന്നില്ല, അവർ ചിലപ്പോൾ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ആളുകളോട് സഹായം തേടും. അത് പ്രാർത്ഥനയല്ല, ദുആ അല്ല. അവർക്ക് നമ്മളിപ്പോൾ രോഗം വന്നാൽ ഡോക്ടറെ അടുത്ത് പോകുമല്ലോ, ഡോക്ടറെ അടുത്ത് പോയിട്ട് എനിക്കിന്ന പ്രയാസമുണ്ട്, ഇതൊന്ന് മാറ്റിത്തരാൻ എന്തെങ്കിലും ചെയ്യണം എന്ന് നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി ചോദിക്കുന്നത് പോലെ ചിലർ ഇവിടെ വന്നിട്ടും പരാതിയും പരിഭവമൊക്കെ പറയും. ഇതൊക്കെയാണ് ഇവിടെ നടക്കാൻ. ഇതല്ലാത്ത എന്തെങ്കിലും നടക്കലുണ്ടോ എന്നറിയില്ല. ഇതൊക്കെയല്ലേ ഇവിടെ നടക്കലല്ലേ? ഈ 3 കാര്യങ്ങളാണ് സ്വാഭാവികമായിട്ടും നടക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇതിനെ പരിഹാസത്തോടുകൂടെ കാണുന്ന ആളുകൾ ഈ പറയപ്പെട്ട കാര്യങ്ങൾ ഇവരെ മുൻനിർത്തിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താലും ഇനി ഇവരോട് സഹായം അഭ്യർത്ഥിച്ചാലും ഒക്കെ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നവരാണെന്നും അവർ മക്കയിലെ അബൂജഹലിനേക്കാളും കഷ്ടമാണ് എന്നൊക്കെ പറയുകയും പാരമ്പര്യമായിട്ട് കടന്നു വന്ന സുന്നത്ത് ജമാഅത്തിൻ്റെ ധാരയിലെ ലക്ഷോപലക്ഷം മുഅ്മിനീങ്ങളെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവരും ശിർക്ക് ചെയ്തവരുമാണ് എന്ന് ആക്ഷേപിക്കുകയും ചെയ്യുന്നവർ. ഒരു ന്യൂനപക്ഷത്തിൻ്റെ കാഴ്ചപ്പാട് പ്രകാരം നമ്മുടെ പിശാരികാവ് അമ്പലത്തിൽ വരുന്ന ആളുകളും ഇവിടെ വരുന്ന നമ്മളും തുല്യമാണ് എന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്. നമ്മളെ ജലീൽ ഉസ്താദിൻ്റെ വാപ്പയുടെ ആണ്ടായിരുന്നു 2-3 ദിവസം മുമ്പ്, മുഹറം 13. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനുഭാവൻ്റെ പരലോക ദർജ ഉയർത്തി കൊടുക്കട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ദീർഘകാലം സേവനം ചെയ്ത വലിയ പണ്ഡിതനാണ്. കേരളം കണ്ട പ്രഗത്ഭരായ പണ്ഡിതന്മാരിലും സൂഫി വര്യന്മാരിലും ഒരാളായിരുന്നു. അള്ളാഹു അവരുടെയൊക്കെ മദത് കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഉസ്താദിൻ്റെ ആണ്ടിന് ഞങ്ങളും ഇവിടെയുള്ള 2-3 ഉസ്താദന്മാരും ജലീൽ ഉസ്താദിൻ്റെ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ ഉസ്താദിൻ്റെ വീട്ടിൽ പോയി പാറന്നൂർ പോയപ്പോൾ മടവൂർ അവിടെ ഏതാണ്ട് അടുത്താണല്ലോ. അപ്പോൾ മടവൂരേക്ക് ഒരാളോട് വഴി ചോദിച്ചു. ഉസ്താദിൻ്റെ പാറന്നൂരിൽ നിന്ന് മടവൂരേക്കുള്ളൊരു വഴി. അപ്പോൾ അയാളോട് ആദ്യം ചോദിച്ചപ്പോൾ അയാൾ കേട്ടിട്ടുണ്ട്, പക്ഷേ അയാൾ പരിഗണിച്ചില്ല, മൈൻഡ് ചെയ്തില്ല, മറുപടി ഒന്നുമില്ല. വീണ്ടും ചോദിച്ചു മടവൂരേക്ക് എങ്ങനെയാണ് പോവാൻ. അപ്പോൾ അല്പം നീരസത്തോടുകൂടെ അയാൾ പറഞ്ഞു ഞാൻ ഈ നാട്ടുകാരനല്ല എന്ന് പറഞ്ഞ് അയാൾ പെട്ടെന്ന് പോയി. അയാൾ ലുങ്കിയാണ് എടുത്തത്, അയാളെ നാട്ടുകാരനാണെന്ന് ഉറപ്പാണ്. പക്ഷേ ഈ മടവൂർ പോവുക അല്ലെങ്കിൽ മടവൂരിലേക്ക് വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളത് വലിയ ഒരു പാതകമായി ആ സഹോദരൻ കണക്കാക്കിയത് കൊണ്ടാണ്. ആ ഒരു ശരീരഭാഷയും പെരുമാറ്റമൊക്കെ കാണുമ്പോൾ മനസ്സിലാവും മടവൂരിലേക്ക് പോകുന്നത് കൊണ്ടുള്ള ആ ഒരു വിദ്വേഷം അല്ലെങ്കിൽ ഒരു നീരസം അയാളുടെ മുഖത്ത് പ്രകടമായിരുന്നു. അപ്പോൾ ഈ മടവൂർ പോവുക, പാറപ്പള്ളിയിൽ പോവുക, അവിടെയൊക്കെ പോകുന്നതൊരു വലിയ തെറ്റായി
കണക്കാക്കുന്ന ഒരാളുകൾ, കുറഞ്ഞ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈ വിഷയത്തിൽ എന്താണ് വിശുദ്ധമായ ഇസ്ലാം ആ സന്ദർഭത്തെ അല്ലെങ്കിൽ ആ കാര്യത്തെ ഏത് രീതിയിലാണ് കണക്കാക്കുന്നത് എന്ന് കുറഞ്ഞ വാക്കുകളിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് ദിവസം 17 തവണയെങ്കിലും നിർബന്ധമായും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. വിശുദ്ധമായ ഖുർആനിൻ്റെ സൂറത്തുൽ ഫാത്തിഹയുടെ അകക്കാമ്പിൽപ്പെട്ട ഒന്നാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അതൊരു പ്രതിജ്ഞയാണ്. അതിൻ്റെ മുമ്പുള്ളത് സനാ ആണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർ റഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ. അതൊക്കെ അള്ളാഹുവിനെ വാഴ്ത്തുകയാണ്. ഈ വാഴ്ത്തലിൻ്റെ ശേഷം നടത്തുന്നത് ഒരു പ്രതിജ്ഞയും ഒരു ഷഹാദത്തും ഒരു പ്രഖ്യാപനവുമാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അള്ളാഹുവേ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുന്നുള്ളൂ. നിന്നെയല്ലാതെ ഒരു ശക്തിയെയും ഒരു സാന്നിധ്യത്തെയും ഒന്നിനെയും ഞങ്ങൾ ആരാധനയോടുകൂടെ കാണുന്നില്ല. വ ഇയ്യാക നസ്തഈൻ, ഇയ്യാക നഅ്ബുദു എന്ന് എപ്രകാരം പറഞ്ഞുവോ അതേ പ്രകാരം തന്നെയാണ് വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായതേട്ടം നടത്തുകയും ചെയ്യുന്നുള്ളൂ. അപ്പോൾ അള്ളാഹുവിനെ നമ്മൾ ആരാധിക്കുന്നുള്ളൂ, അള്ളാഹുവിനോട് മാത്രമേ നാം സഹായതേട്ടം നടത്താറുള്ളൂ. അപ്പം നമ്മൾ വീട്ടിൽ വെച്ച് ഭാര്യയോട് വെള്ളം ആവശ്യപ്പെട്ടേക്കാം, രോഗം വന്നാൽ ഡോക്ടറോട് രോഗം ശിഫയാക്കാൻ ആവശ്യപ്പെട്ടേക്കാം. അതൊക്കെ അള്ളാഹു അല്ലാത്തവരോടുള്ള സഹായ അഭ്യർത്ഥനയാണോ എന്ന് ചോദിച്ചാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസപ്രകാരം നമുക്ക് നിസ്സംശയം പറയാം അതെല്ലാം അള്ളാഹുവിനോട് മാത്രമുള്ള സഹായതേട്ടമാണ്. കാരണം നമുക്ക് വെള്ളം തരുന്ന നമ്മുടെ ഭാര്യയ്ക്ക് അടുക്കളയിലേക്ക് നടക്കാനോ അവിടെയുള്ള ഗ്ലാസ് എടുക്കാനോ ആ ടാപ്പ് തുറക്കാനോ അതിൽ വെള്ളം നിറക്കാനോ അത് തിരിച്ചു കൊണ്ടുവരാനോ ഒന്നിനും അവൾക്ക് സാധ്യമല്ല. അള്ളാഹു ഓരോ സമയങ്ങളിലും അതിനുള്ള കഴിവും ശേഷിയും നൽകിയാലല്ലാതെ. ചിലർ ധരിച്ചു വെച്ചത് നമുക്ക് ഓൾറെഡി കുറേ കഴിവുകൾ നൽകപ്പെട്ടിട്ടുണ്ട് എന്നാണ്. കാഴ്ച നമുക്ക് കണ്ണുകളെ നൽകിയിട്ടുള്ളൂ, അള്ളാഹു കാഴ്ച നേരത്തെ തന്നു വെച്ചിട്ടില്ല. കാതുകളെ നൽകിയിട്ടുള്ളൂ, അള്ളാഹു കേൾവി നേരത്തെ തന്നു വെച്ചിട്ടില്ല. ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഈ നിമിഷം അള്ളാഹു എനിക്ക് നൽകുന്ന കഴിവ് കൊണ്ടാണ്. നിങ്ങളിപ്പോൾ കേൾക്കുന്നത് ഈ നിമിഷം ഈ മൈക്രോ സെക്കൻഡിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആർക്കും ഒന്നും നേരത്തെ നൽകി വെച്ചിട്ടില്ല. അത് ജീവിച്ചിരിക്കുന്നവരായാലും ശരി, മരിച്ചുപോയാലും ശരി, ആരായാലും ഒന്നിനും നേരത്തെ ഒരു കഴിവും അള്ളാഹു നൽകിയിട്ടില്ല. അതാത് സമയങ്ങളിൽ അള്ളാഹു നമുക്ക് ഓരോന്നിനുമുള്ള കഴിവും സഹായവും നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഭാര്യ നമുക്ക് വെള്ളം നൽകിയാലും ഡോക്ടർ നമുക്ക് മരുന്ന് തന്നാലും ആ വെള്ളം തരാനുള്ള കഴിവ് കൊടുക്കുന്നത് അള്ളാഹുവാണ്. ആ രോഗത്തിൻ്റെ മരുന്ന് കുറിച്ച് നൽകാൻ പേന ചലിപ്പിക്കാനുള്ള ശേഷി ആ നിമിഷം അള്ളാഹു കൊടുക്കുന്നതാണ്. ഏത് മരുന്നാണ് ഇവിടെ കൊടുക്കേണ്ടത് എന്ന് ആലോചിക്കാനുള്ള ചിന്തിക്കാനുള്ള ശേഷി ആ നിമിഷം അള്ളാഹു കൊടുക്കുന്നതാണ്. ആ നൽകിയ മരുന്ന് കുടിച്ചാൽ ആ രോഗം മാറ്റേണ്ടതും അള്ളാഹുവാണ്. ഫലത്തിൽ എല്ലാം അള്ളാഹുവിനോട് മാത്രമാണ്. ആരാധനയും അള്ളാഹുവിനോട് മാത്രമാണ്, സഹായ അഭ്യർത്ഥനയും അള്ളാഹുവിനോട് മാത്രമാണ്. ഇതാണ് വിശുദ്ധമായ തൗഹീദിൻ്റെ ഇസ്ലാമിൻ്റെ അടിസ്ഥാനം എന്നുള്ളത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി എന്നാണോ എപ്പോഴാണോ നമ്മുടെ വിശ്വാസത്തിൽ നമ്മുടെ ഭാര്യയ്ക്ക് അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ നമുക്ക് വെള്ളം തരാൻ കഴിയുമെന്ന് നാം വിശ്വസിക്കുന്നത്, എന്നാണോ ഒരു ഡോക്ടർക്ക് അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ നമ്മുടെ രോഗം മാറ്റാൻ കഴിയുമെന്ന് നാം വിശ്വസിക്കുന്നത്, ആ വിശ്വസിക്കുന്ന മാത്രയിൽ നാം തൗഹീദിൽ നിന്ന് പുറത്തു പോകും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. വിശ്വസിച്ചാൽ മതി, ചോദിക്കണമെന്നില്ല. ഡോക്ടർക്ക് എൻ്റെ രോഗം സ്വന്തമായി മാറ്റാൻ കഴിയും, അള്ളാഹുവിൻ്റെ ഒരു സഹായവും അള്ളാഹുവിൻ്റെ ഒരു കുദറത്തും ഇറാദത്തൊന്നും ഇതിലാവശ്യമില്ല എന്ന് വിശ്വസിച്ചാൽ മതി. ഡോക്ടറെ അടുത്ത് പോകണമെന്നില്ല. ഭാര്യയ്ക്ക് വെള്ളം തരാൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ മതി, ചോദിച്ചോളണമെന്നില്ല. അപ്പോഴേക്ക് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അതിനാണ് ശിർക്ക് എന്ന് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതല്ലാത്ത രീതിയിൽ മഹത്തുക്കളെ മുൻനിർത്തിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് അത് ശിർക്കല്ല എന്ന് മാത്രമല്ല, മഹാന്മാരായ പ്രവാചകന്മാരുടെയും മഹത്തുക്കളായ ബഹുമാനപ്പെട്ട സഹാബത്തിൻ്റെയും ഔലിയാക്കളുടെയും മാതൃക കൂടിയാണ്. മഹാനായ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റസൂലുള്ളാന്റെ വളർത്തു മാതാവാണ് ഫാത്തിമ ബിൻത്ത് അസദ് റളിയല്ലാഹു അൻഹ. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവായ ഫാത്തിമ ബിൻത്ത് അസദ്, റസൂലുള്ളാന്റെ ഉമ്മ നേരത്തെ മരണപ്പെട്ടു പോയി, ഉപ്പ നേരത്തെ മരണപ്പെട്ടു പോയി, പിതാമഹനായ അബ്ദുൽ മുത്തലിബ് നേരത്തെ മരണപ്പെട്ടു പോയി. റസൂലുള്ളാനെ സംരക്ഷിച്ചത് അലി ഇബ്നു അബീ ത്വാലിബിൻ്റെ പിതാവായ അബൂ ത്വാലിബാണ്. അബൂ ത്വാലിബിൻ്റെ സംരക്ഷണത്തിൽ വളർന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു ഉമ്മയുടെ കരുതലോടുകൂടെ സ്നേഹം പകുത്ത് നൽകിയ സ്ത്രീ സാന്നിധ്യമായിരുന്നു ഫാത്തിമ ബിൻത്ത് അസദ്, അലി ഇബ്നു അബീ ത്വാലിബിൻ്റെ മാതാവായ അബൂ ത്വാലിബിൻ്റെ ഭാര്യയായ ഫാത്തിമ ബിൻത്ത് അസദ്. ഈ ഫാത്തിമ ബിൻത്ത് അസദ് പിന്നീട് മരണപ്പെടുന്നുണ്ട്. ആ മഹദി മരണപ്പെട്ടപ്പം ആ ഖബർ കുഴിക്കുന്നതിൽ റസൂലുള്ള പങ്കുചേർന്നു എന്ന, റസൂലുള്ളയും കൂടെ കൂടി റസൂലുള്ള ഖബറിലിറങ്ങിയിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ദുആ ചെയ്തു, അല്ലാഹുല്ലദീ യുഹീ വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂത് ഇഗ്ഫിർ ലി ഉമ്മി ഫാത്തിമ ബിൻത്ത് അസദ് വവസ്സി അലൈഹാ മദ്ഖലഹാ ബിഹഖി നബിയിക വല്ലംബിയാഇൽ ലദീന മിൻ ഖബ്ലി. ഫാത്തിമ ബിൻത്ത് അസദിൻ്റെ ഖബറിലിറങ്ങി അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാഹുല്ലദീ യുഹീ വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂത്. അല്ലാഹുവെ, ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്ന റബ്ബേ, ഒരിക്കലും മരിക്കാതെ എന്നെന്നും ജീവിക്കുന്ന റബ്ബേ, ഇഗ്ഫിർ ലി ഉമ്മി ഫാത്തിമ ബിൻത്ത് അസദ്, എൻ്റെ പ്രിയപ്പെട്ട വളർത്തു മാതാവായ ഈ ഫാത്തിമ ബിൻത്ത് അസദിന് നീ പുറത്തു കൊടുക്കണേ അല്ലാ. വവസ്സി അലൈഹാ മദ്ഖലഹാ, അവരുടെ പ്രവേശന സ്ഥാനമാകുന്ന ഈ ഖബറിനെ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. ബിഹഖി നബിയിക സല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ നബിയായ എൻ്റെ ഹക്ക് കൊണ്ട് എനിക്ക് നിന്റെ അരികിലുള്ള പരിഗണനയെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു. മാത്രമല്ല വല്ലംബിയാഇൽ ലദീന മിൻ ഖബ്ലി, എൻ്റെ മുമ്പ് കഴിഞ്ഞു പോയ ഏതൊക്കെ പ്രവാചകന്മാരുണ്ടോ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മഹാനായ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം വരെയുള്ള ലക്ഷക്കണക്കിന് പ്രവാചകന്മാരുടെ ഹക്കിനെ മുൻനിർത്തിയിട്ട് അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു. തവസ്സുലല്ലേ ഇത്? അള്ളാഹുവിനോട് നേരിട്ട് പറയേണ്ടടുത്ത് പ്രവാചകന്മാരെ ഇടയിലേക്ക് കൊണ്ടുവന്നു, റസൂലുള്ളാനെ തന്നെ ഇടയിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് എൻ്റെ ഹക്ക് കൊണ്ടും, ഹക്ക് എന്ന് പറഞ്ഞാൽ അൽ മുറാദു ബിൽ ഹഖി അറുത്ബതു വൽ മൻസിലതു ഇൻദല്ലാഹി തആല എന്നാണ് മഹാന്മാർ വിശദീകരിച്ചത്. അവകാശം എന്നല്ല, അവിടെ ഹക്കിൻ്റെ ഉദ്ദേശം അള്ളാഹുവിൻ്റെ അരികിൽ അവർക്കുള്ള സ്ഥാനവും മഹത്വവും പദവിയും, ആ പദവിയും ആ സ്ഥാനവും മുൻനിർത്തിയിട്ട് അള്ളാഹുവേ നിന്നോട് ഞാനിതാ ചോദിക്കുന്നു, എൻ്റെ വളർത്തുമാതാവിന് നീ പുറത്തു കൊടുക്കണേ അല്ലാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശിർക്ക് ചെയ്തു എന്ന് പറയേണ്ടി വരില്ലേ? തൗഹീദ് പഠിപ്പിക്കാൻ വന്ന ആള് വേലി തന്നെ വിളതിന്നുക എന്ന് പറയേണ്ടി വരില്ലേ? എല്ലാ ശിർക്കിൻ്റെയും ജീർണതകളിൽ നിന്ന് തൗഹീദിൻ്റെ പച്ചത്തുരുത്തിലേക്ക് വിശ്വാസികൾക്ക് വെളിച്ചം കാണിക്കാൻ കടന്നു വന്ന പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശിർക്ക് പ്രചരിപ്പിച്ചു എന്ന് പറയേണ്ടി വരില്ലേ? ഇതിനൊക്കെ എവിടെയാ മറുപടി? എന്താ അള്ളാഹുവിനോട് ഡയറക്റ്റ് പറയാമായിരുന്നല്ലോ? എന്തിനാണ് പ്രവാചകന്മാരെ ഇടയിലേക്ക് കൊണ്ടുവന്നത്? അത് അള്ളാഹുവിൻ്റെ അരികിൽ ദുആഇൻ്റെ ഖബൂലിയത്തിൻ്റെ കാരണമാണ്. ആ മഹത്തുക്കളെ മുൻനിർത്തി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ മഹാനായ മൻസൂർ, അബ്ബാസി ഭരണാധികാരിയായ മൻസൂർ മഹാനായ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ദുആ ചെയ്യുമ്പം, മദീനയിൽ നിന്ന് ദുആ ചെയ്യുമ്പം ഖിബിലക്ക് മുന്നിട്ടാണോ ദുആർക്കേണ്ടത്, അതല്ല റസൂലുള്ളാൻ്റെ അരികിൽ വെച്ച് ദുആ ചെയ്യുമ്പോൾ റസൂലുള്ളാനോട് മുന്നിട്ട് തന്നെയാണോ ദുആ ചെയ്യേണ്ടത്, എൻ്റെ മുഖം എങ്ങോട്ടാണ് ആക്കേണ്ടത്? അപ്പോൾ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, ലിമ തസ്രിഫ് വജ്ഹക അൻഹു വഹുവ വസീലതുക വവസീലതു അബീക ആദമ അലൈഹിസ്സലാം. എന്തിനാ റസൂലുള്ളയിൽ നിന്ന് മുഖം തിരിക്കുന്നത്? റസൂലുള്ള ഖബറിലാ, എന്തിനാ റസൂലുള്ളയിൽ നിന്ന് മുഖം തിരിക്കുന്നത്? വഹുവ വസീലതുക, ആ പരിശുദ്ധ റസൂൽ നിങ്ങളുടെ വസീലയാണ്, അല്ലാഹുവിലേക്കുള്ള നിങ്ങളുടെ വസീലയാണ്. വവസീലത്തു അബീക ആദമ ഇലല്ലാഹ്, നമ്മുടെയൊക്കെ പ്രപിതാവായ ആദ്യ പിതാവായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും അള്ളാഹുവിലേക്കുള്ള വസീലയാണ്. ആദം നബി
റസൂലുള്ളാഹിനെ മുൻനിർത്തിയിട്ടല്ലേ തൗബ ചെയ്തത്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാമല്ലോ, ലമ്മഖ്തറഫ ആദമുൽ ഖതീഅ ഫഖാല യാ റബ്ബി ഇന്നി അസ്അലുക ബിഹഖി മുഹമ്മദിൻ ലിമാ ഗഫർത ലി. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിലക്കപ്പെട്ട പഴം തിന്നുപോയപ്പോൾ അള്ളാഹുവിനോട് ദുആ ചെയ്തത് യാ റബ്ബി ഇന്നി അസ്അലുക ബിഹഖി മുഹമ്മദിൻ ലിമാ ഗഫർത ലി. അല്ലാഹുവേ, മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് തവസ്സുലല്ലേ, മുഹമ്മദ് നബിയെ മുൻനിർത്തി ഞാനിതാ ചോദിച്ചിരിക്കുന്നു, എൻ്റെ ഈ വീഴ്ച നീ പുറത്തു തരണേ അല്ലാഹ്. അല്ലാഹ് തിരിച്ചു ചോദിച്ചു, യാ ആദം കൈഫ അറഫ്ത മുഹമ്മദൻ വലം മഖ്ലുഖുഹു. നിങ്ങൾ എവിടെ നിന്നാണ് മുഹമ്മദിനെ കേട്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം? അങ്ങനെ ഒരാളെ ഞാൻ പഠിച്ചിട്ടില്ലല്ലോ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് റസൂലുള്ളാഹി ഇല്ലല്ലോ. ഞാൻ സൃഷ്ടിക്കാത്ത മുഹമ്മദിനെ എവിടെ നിന്ന് കേട്ടു? ആദം നബി പറഞ്ഞു, യാ റബ്ബി ലമ്മാ ഖലഖതനി റഫഅതു റഅസി ഫറഅയ്തു അലാ ഖവാഇമിൽ അർശി മക്തൂബ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദ് നബിയെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല, ശരിയാണ്. പക്ഷേ നീ എന്നെ സൃഷ്ടിച്ചപ്പോൾ നിന്റെ അർശിൻ്റെ മുകളിൽ, നിന്റെ പരിശുദ്ധമായ അർശിൻ്റെ മുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നെഴുതി വെച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. ഫഅറഫ്തു അന്നക ലാ തുളീഫു ഇലാ ഇസ്മിക ഇല്ലാ അഹബ്ബൽ ഖൽഖി ഇലൈക. അവിടുന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, അല്ലാഹ് എന്ന നിന്റെ ജലാലത്തിൻ്റെ ഇസ്മിൻ്റെ കൂടെ സൃഷ്ടികളിൽ നിന്നൊരാളുടെ പേര് നീ ചേർത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ അവർ നിനക്കേറ്റവും പ്രിയപ്പെട്ടവരും വേണ്ടപ്പെട്ടവരുമായിരിക്കും. അതുകൊണ്ടാണ് മുഹമ്മദ് നബിയെ മുൻനിർത്തി ഞാൻ ചോദിച്ചത്. അല്ലാഹ് പറഞ്ഞു, സദഖ്തയാ ആദം, ആദമേ നിങ്ങൾ സത്യം പറഞ്ഞു. വഹുവ അഹബ്ബുൽ ഖൽഖി ഇലയ്യ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അതിനെക്കുറിച്ചാണ് മഹാനായ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വഹുവ വസീലത്തുക വ വസീലത്തു അബീക ആദമ ഇലല്ലാഹ്. ആദം നബിയുടെയും അള്ളാഹുവിലേക്കുള്ള വസീലയാണ് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി റസൂലുള്ളാഹിനെ മുൻനിർത്തി മാത്രമല്ല, റസൂലുള്ളാഹിൻ്റെ ജീവിതകാലത്ത് മാത്രമല്ല, റസൂലുള്ളാഹിൻ്റെ വഫാത്തിൻ്റെ ശേഷം പോലും സഹാബികൾ റസൂലുള്ളാഹിയുടെ അരികിൽ വന്ന് സഹായ അഭ്യർത്ഥന നടത്തിയിട്ടില്ലേ? മഹാനായ ബിലാൽ ഇബ്നു ഹാരിസത്തുൽ മുസ്നി റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് മദീനയിൽ ശക്തമായ ക്ഷാമമുണ്ടായി. വെള്ളമില്ല, മഴയില്ല, ഭക്ഷണമില്ല, സസ്യങ്ങളില്ല, ഒന്നുമില്ല. അതിശക്തമായ ക്ഷാമം ഉണ്ടായപ്പോൾ മഹാനായ ബിലാൽ ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുജറത്തു ശരീഫയിലേക്ക് കടന്നു വന്നു. റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അരികിലേക്ക് കടന്നു വന്നിട്ട്, യാ റസൂലല്ലാഹ് ഇസ്തസ്ഖി ലി ഉമ്മത്തിക ഫഇന്നഹും ഖദ് ഹലകൂ. നബിയെ, ആരെയാ വിളിക്കുന്നത്? വഫാത്തായി പോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ അരികിൽ വന്ന് നിന്നിട്ട് സഹാബി വിളിക്കുന്നു, യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ റസൂലേ. ആരെയായി വിളിക്കൽ? നമ്മൾ ഈ കാണുന്ന കൂട്ടിയിട്ട കസേരയെ നമ്മൾ വിളിക്കോ? നമ്മൾ വിളിക്കുന്നത് എന്തിനാ? കേൾക്കാൻ വേണ്ടിയല്ലേ. കേൾക്കാത്ത ഒരാളെ വിളിക്കോ? നിർജീവ വസ്തുക്കളെ ആരെങ്കിലും വിളിക്കോ? അതിൻ്റെ ഒരു സിമ്പിൾ ലോജിക്കില്ലേ? വിളിക്കണമെങ്കിൽ വിളിക്കപ്പെടുന്ന ആൾ കേൾക്കണ്ടേ? കേൾക്കാത്ത ആളെ വിളിക്കോ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇസ്തസ്ഖി ലി ഉമ്മത്തിക, നിങ്ങൾ നിങ്ങളുടെ ഉമ്മത്തിന് വേണ്ടി മഴക്കാവശ്യപ്പെടണം, അള്ളാഹിനോട് മഴ തരാൻ പറയണം. ഫഇന്നഹും ഖദ് ഹലകൂ, നാട്ടുകാരൊക്കെ നാശത്തിൻ്റെ വക്കിലാണ്, വലിയ പ്രയാസത്തിലാണ്. റസൂലുള്ളാഹിൻ്റെ ഖബറിൻ്റെ അടുത്ത് വന്ന് നേരെ വിളിക്കുന്നത് സഹാബിയാണ് ബിലാൽ ഇബ്നു ഹാരിസത്തുൽ മുസ്നി. അപ്പോൾ അവരൊക്കെ ഇസ്ലാമെന്ന് പുറത്തു കൊണ്ടേ. അവർക്ക് മഴയില്ലാതിരുന്നപ്പോൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ മതിയായിരുന്നില്ല? അവരെന്തിനാ റസൂലുള്ളാഹിൻ്റെ ഖബറിൻ്റെ അരികിലേക്ക് ഓടിയത്? ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ കാലത്ത് റസൂലുള്ളാഹിൻ്റെ വഫാത്തിൻ്റെ ശേഷം മറ്റൊരിക്കൽ ഇതേപോലെ മദീനയിൽ ക്ഷാമമുണ്ടായി. സഹാബികളൊക്കെ നേരെ പോയത് ആയിഷ ബീവിയുടെ വീട്ടിലേക്ക്. എന്നിട്ട് പറഞ്ഞു, മഴയില്ല, പരിഹാരം വേണം. നമുക്ക് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു അവൻ്റെ അനുഗ്രഹങ്ങൾ ഏറ്റവും അനുസൃതമായ രീതിയിൽ, പ്രതികൂലമാകാത്ത രീതിയിൽ നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. മദീനയിൽ മഴയില്ല. ആയിഷ ബീവിയുടെ അരികിൽ വന്നവർ പരാതി പറഞ്ഞു, പരിഭവം പറഞ്ഞു. അപ്പോൾ ആയിഷ ബീവി എന്താ പറയേണ്ടത്? നമ്മുടെ ഈ പരിഹസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, എന്തിനാ അള്ളാഹിൻ്റെ ഇടയിൽ ഒരാൾ, ഞാൻ അതിൻ്റെ ആളല്ല എന്ന് പറയുന്ന ആളുണ്ടല്ലോ, ഞാൻ ഡയറക്റ്റ് ചോദിക്കുന്ന ആളാന്ന് പറയുന്ന ആളുണ്ടല്ലോ, അവരെ ലോജിക്ക് പ്രകാരം
ആയിഷ ബീവിൻ്റെ അടുത്ത് ഒരു കൂട്ടം സഹാബികൾ വന്നിട്ട് മഴ വേണമെന്ന് പറഞ്ഞാൽ ആയിഷ ബീവി എന്താ പറയേണ്ടത്? അള്ളാഹിനോട് ചോദിക്കുന്നല്ലേ പറയേണ്ടത്. ആയിഷ ബീവി എന്താ പറഞ്ഞത്? ഫൻദുറു ഖബറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്അലു മിൻഹു ഖുവതൻ ഹത്താ ലാ തകൂന ബൈനഹു വബൈന സമാഇ സഖഫുൻ. ഹദീസുകളിൽ കാണാം, സഹാബികളോട് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ആയിഷ ബീവിയുടെ വീട്ടിലാണ് റസൂലുള്ളാഹിന്റെ ഖബറുള്ളത്. ഫൻദുറു ഖബറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അരികിലേക്ക് പോകൂ. ഫജ്അലു മിൻഹു ഖുവതൻ ഇല സമാ. ഈ ഖബർ വീടിൻ്റെ ഉള്ളിലാണ്, അതിന് വീടിൻ്റെ മേൽക്കൂര ഉണ്ടാകും. ആ മേൽക്കൂരയുടെ ഭാഗത്ത് നിങ്ങളൊരു ദ്വാരമുണ്ടാക്കുക. ഹത്താ ലാ തകൂന ബൈനഹു വബൈന സമാഇ സഖഫുൻ. റസൂലുള്ളാഹിന്റെ ഖബറിൻ്റെ ഇടയിലും ആകാശത്തിൻ്റെ ഇടയിലും മറ വരാത്ത രീതിയിൽ ഖബറിൻ്റെ മുകൾ ഭാഗത്തുള്ള മറ നിങ്ങൾ നീക്കൂ, നിങ്ങൾക്ക് മഴ ലഭിക്കുമെന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ഫഫഅലു ഫമുതിറു. സഹാബികൾ റസൂലുള്ളാഹിന്റെ ഖബറിൻ്റെ മുകളിലുള്ള മേൽക്കൂര മാറ്റി. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധമായ ഖബർ ദർശനമായപ്പോൾ വയുസ്തസ്കൽ ഗമാം ബിവജ്ഹിൽ കരീം. നമ്മൾ നാരിയത്ത് സലാത്തിൽ ചൊല്ലാറില്ലേ, വയുസ്തസ്കൽ ഗമാം. റസൂലുള്ളാഹിനെ മുൻനിർത്തിയിട്ട്, റസൂലുള്ളാഹിനെ തവസ്സുലാക്കിയിട്ട് ആകാശത്തുള്ള മേഘങ്ങളോട് മഴ തേടപ്പെടും. സഹാബികൾ അത് ചെയ്തവരാണ്. റസൂലുള്ളാഹിന്റെ ഖബർ ആകാശത്തിലേക്ക് വെളിവായപ്പോൾ മേഘങ്ങൾ കുമിഞ്ഞുകൂടി, മാനം കറുത്തിരുണ്ടു, അനുഗ്രഹത്തിൻ്റെ മഴത്തുള്ളികൾ പെയ്തു. വരണ്ടുണങ്ങിയ മദീനയുടെ ഊഷരഭൂമിയിൽ സസ്യങ്ങൾ മുളച്ചു, അവിടെ സമൃദ്ധിയുണ്ടായി. ഹദീസിൽ പറയുന്നത് സമൃദ്ധി കാരണം ആ വർഷത്തെ ആമുൽ ഫത്ഖ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സമൃദ്ധിയുടെ വർഷം എന്ന് പേരിട്ടു. ഒട്ടകങ്ങളൊക്കെ തടിച്ചു കൊഴുത്തു, നല്ല സന്തോഷം ഉണ്ടായിന്ന. ആയിഷ ബീവി എന്താ ചെയ്യേണ്ടത്? അള്ളാഹുവിനോട് ഡയറക്റ്റ് ചോദിക്കൂ എന്ന് പറയേണ്ടതല്ലേ. മഴയില്ലാത്തപ്പോൾ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അവരെങ്ങനെയാ ദുആ ചെയ്തത്? സഹീഹുൽ ബുഖാരിയിലുണ്ടല്ലോ, അല്ലാഹുമ്മ ഇന്നാ കുന്നാ നതവസ്സലു ബിനബീക വ ഇന്നാ നതവസ്സലു ബിഅമ്മി നബീക. അബ്ബാസ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവേ, ഞങ്ങൾക്ക് മഴയില്ലാത്ത കാലത്ത് നിന്റെ നബിയായ മുഹമ്മദ് നബിയെ മുൻനിർത്തി ഞങ്ങൾ നിന്നോട് മഴ തേടാറുണ്ടായിരുന്നു. ഇപ്പോഴിതാ റസൂലുള്ളാഹിന്റെ വഫാത്തിൻ്റെ ശേഷം അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ മുൻനിർത്തി, ഇത് അബ്ബാസ് എന്നവരുടെ ബർക്കത്ത് കൊണ്ട്, മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹുർമത്ത് കൊണ്ട് ഞങ്ങൾക്ക് മഴ തരണേ എന്ന് ദുആ ചെയ്ത ആള് ഉമർ ഇബ്നു ഖത്താബാണ് റളിയല്ലാഹു അൻഹു. ഇതിനൊക്കെ എങ്ങനെയാണ് നിഷേധിക്കുക? അപ്പോൾ അതുകൊണ്ട് ആരും ബേജാറായി പോകുന്നും വേണ്ട. ഇവിടെ വന്നാലും ഈ സാന്നിധ്യത്തിൽ വന്നാലും ഇവരെ മുൻനിർത്തിയിട്ടാണ്. ഇനി നേരെ അവരോട് ചോദിച്ചാലോ, അതും ജീവിച്ചിരുന്നവരായാലും ഇവർ ഈ മരണം എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെ അവസാനമല്ലല്ലോ. അൽ മൗതു ലൈസ ബിഅദ്മിൻ വലാ ഫനാഇൻ സിർഫിൻ വ ഇന്നമാ ഹുവ ഇന്തിഖാലുൻ മിൻ ദാരിൻ ഇലാ ദാർ. അങ്ങനെയല്ലേ നമ്മുടെ വിശ്വാസം? മരിച്ചാലെല്ലാം തീരുന്ന. എന്താ മുസ്ലിമീങ്ങളിൽ ആത്മഹത്യ കുറയാനുള്ള കാരണം? 1.5 മുഴം കയറിൽ, ഒരു കുപ്പി വിഷത്തിൽ, ഏതെങ്കിലും റെയിൽവേ പാളത്തിൽ ജീവിതത്തിൻ്റെ നീറിപ്പുകയുന്ന പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും എന്താ നമ്മളങ്ങ് തീർത്ത് കളയാൻ വിചാരിക്കാത്തത്? എന്താ അതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഇതൊന്നിൻ്റെയും അവസാനമല്ല, മരണത്തോടെ എല്ലാം തീരുന്നില്ല. അൽ മൗതു ലൈസ ബിഅദ്മിൻ മഹൽ. മരണം എന്നുള്ളത് പൂർണ്ണമായ നാശത്തിൻ്റെ പേരല്ല. വലാ ഫനാഇൻ സിർഫ്, തീർത്തുമുള്ള ഇല്ലായ്മയുടെ പേരുമല്ല. വ ഇന്നമാ ഹുവ ഇന്തിഖാലുൻ മിൻ ദാരിൻ ഇലാ ദാർ. ഒരു ലോകത്ത് നിന്ന് വേറൊരു ലോകത്തേക്കുള്ള കൂടുമാറ്റം, ഒരു വീട്ടിൽ നിന്ന് ആലമു ദുന്യയിൽ നിന്ന് ആലമുൽ ബർസഖിലേക്കുള്ള മാറ്റം മാത്രമാണ് മരണം. മരണശേഷം ശരിക്കും മരിച്ചാൽ കാഴ്ചയും കേൾവിയൊക്കെ കൂടുക ചെയ്യുക. ഒരാൾ 6 അടി മണ്ണിൽ, ജീവനുള്ള ഒരാൾ 6 അടി മണ്ണിൽ താഴ്ത്തിയിട്ട് മുകളിൽ മണ്ണിട്ട് നിങ്ങൾ എത്ര 5000 വാട്സിൽ ശബ്ദമിട്ടാലും 6 അടി മണ്ണിൻ്റെ താഴെ ആൾ കേൾക്കൂല. പക്ഷെ റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? നിങ്ങൾ കബറടക്കിയിട്ട്, സാധാരണ മനുഷ്യനാ, സ്വന്തം ഉപ്പാനെയും ഉമ്മാനെയും കബറടക്കിയിട്ട് നിങ്ങൾ തിരിച്ചു നടക്കുമ്പോൾ നിങ്ങളെ ചെരുപ്പിൻ്റെ വാറിൻ്റെ ശബ്ദം അവരെ കബറിൽ കേൾക്കുമെന്നാണ്. അപ്പം മരിച്ചാൽ എല്ലാം തീരുകയാണെങ്കിൽ മരിച്ചാൽ കേൾവി കൂടുക ചെയ്യുന്നത്, കാഴ്ച കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ അസ്സലാമു അലൈക്കും ദാറ ഖൗമി മുഅ്മിനീൻ, അഭിസംബോധനയാണ്, നേരിട്ട് പറയാണ്.
മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ മേൽ അവൻ്റെ സമാധാനമുണ്ടാകട്ടെ എന്ന് ഖബറാളികളോട് പറയണം. അവരത് കേൾക്കും. അള്ളാഹുവിൻ്റെ ഔലിയാക്കളും മഹത്തുക്കളുമാണെങ്കിൽ അവർ കേൾക്കും എന്ന് മാത്രമല്ല, അവരുടെ ജീവിതകാലത്ത് അവർക്ക് അവരിൽ നിന്ന് അസാധാരണമായ സംഭവങ്ങൾ കറാമത്തായി ഉണ്ടാകുന്നത് പോലെ മരണശേഷവും ഉണ്ടാകാം. ഇതും തൗഹീദും തമ്മിൽ എന്താ ബന്ധം? ഇതും ശിർക്കും തമ്മിൽ എന്താ ബന്ധം? ഇവിടെ എവിടെയാണ് ശിർക്ക് വരുന്നത്? ഇവിടെ എവിടെയാണ് തൗഹീദിന് വിരുദ്ധമായത് വരുന്നത്? അതുകൊണ്ട് അത്തരത്തിലുള്ള ജൽപ്പനങ്ങളിലൊന്നും നമ്മൾ വശംവദരായി പോകാൻ പാടില്ല. നമ്മുടെ ഈമാനിന് നല്ല ഉറപ്പ് വേണം, നല്ല യഖീന് വേണം. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. പിന്നെ പറയാറുള്ളത് അഭൗതികമായ സഹായതട്ടെന്ന. അഭൗതികമായ, സാധാരണ നമ്മളോട് ഒരാളുടെ കഴിവിൻ്റെ പരിധിയിൽപ്പെട്ടതേ ഒരാളോട് ആവശ്യപ്പെടാൻ പാടുള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. അതിനേക്കാൾ അപ്പുറമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടാൽ ശിർക്കാകുമെന്നാണ്. ഇപ്പോൾ ഒരു വലിയ മല എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു സാധാരണക്കാരനായ ഒരാളോട് അതിൻ്റെ മറ്റു ഭൗതികമായ ഉപകരണങ്ങൾ ഒന്നും ഉപയോഗിക്കാതെ സ്വന്തം കൈകൊണ്ടൊരു മലയെടുത്ത് മാറ്റണം എന്ന് ഒരാളോട് ആവശ്യപ്പെട്ടാൽ അത് ശിർക്കാവുമെന്നാണ് ഇവരുടെ വിശ്വാസം. അങ്ങനെയാണ് ഇവർ മനസ്സിലാക്കി വെച്ചത്. അങ്ങനെ ശിർക്ക് വരുമോ? അള്ളാഹു ഒരാൾക്ക് കഴിവ് കൊടുത്താൽ അതിന് സാധിക്കൂല. അത് ഖുർആനിൽ തന്നെ ഇല്ലേ, അയ്യുക്കും യഅ്തീനി ബിഅർശിഹാ ഖബല അൻ യഅ്തൂനി മുസ്ലിമീൻ. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങ് ഫലസ്തീനിൽ ഇരുന്നിട്ടാണ് ചോദിക്കുന്നത്. യമനിലാണ് ബൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരം. യമനിലുള്ള ബൽക്കീസിൻ്റെ സിംഹാസനം അവരിവിടെ വരുന്നതിൻ്റെ മുമ്പ് ആരാ എനിക്കിപ്പം ഇവിടെ കൊണ്ടെത്തരിക? അന്ന് കാളവണ്ടിക്ക് ചക്രം പോലും കണ്ടുപിടിച്ചിട്ടില്ല. ഫ്ലൈറ്റ് പോയിട്ടൊരു കാളവണ്ടി സംവിധാനം പോലും അന്ന് ലോകത്ത് വന്നിട്ടില്ല. ആ കാലത്ത് ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തുള്ള ബൽക്കീസിൻ്റെ കൊട്ടാരത്തിലെ സിംഹാസനം അവരിവിടെ എത്തുന്നതിൻ്റെ, അവരിങ്ങോട്ട് വരുന്നുണ്ട്, അതിൻ്റെ മുമ്പ് ആരാണ് എനിക്കിവിടെ കൊണ്ടുവന്ന് തരിക എന്ന് ചോദിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്. ഒരു മനുഷ്യൻ്റെ ഭൗതികമായ കഴിവിൽപ്പെട്ടതാണോ ഒരു നിമിഷം കൊണ്ട് ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തുള്ള സിംഹാസനം ഇവിടെ കൊണ്ടുവരിക എന്നുള്ളത്? എന്നിട്ട് സുലൈമാൻ നബി അത് ആവശ്യപ്പെട്ടില്ലേ? സുലൈമാൻ നബി മുശ്രിക്കായോ? അയ്യുക്കും യഅ്തീനി ബിഅർശിഹാ ഖബല അൻ യഅ്തൂനി മുസ്ലിമീൻ ഫഖാല ഇഫ്രീത്തും മിനൽ ജിൻ അനാ ആതീക ബിഹി ഖബല അൻ തഖൂമ മിൻ മഖാമിക്. അപ്പോൾ ജിന്ന് വർഗത്തിൽപ്പെട്ട ഇഫ്രീത്ത് പറഞ്ഞു, നിങ്ങൾ ഇരുന്നിടത്തുനിന്ന് എഴുന്നേൽക്കണതിൻ്റെ മുമ്പായിട്ട് ഞാൻ എത്തിച്ചു തരാം. രണ്ട് തഫ്സീറുണ്ടതിന്. ഒന്നെങ്കിൽ ഇരുന്ന് എഴുന്നേൽക്കുന്നതിൻ്റെ മുമ്പായി എത്തിച്ചു തരാം, അല്ലെങ്കിൽ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ കൊട്ടാര സദസ്സിൽ ദർബാറിൽ ലുഹർ വരെയാണ് ഇരിക്കാറുള്ളത്. ലുഹറിൻ്റെ ശേഷം ഇബാദത്തും മറ്റു കാര്യങ്ങളിലും മുഴുകും. ലുഹർ വരെ ഭരണങ്ങളും രാജ്യതന്ത്രങ്ങളുമായി മുന്നോട്ട് പോകും. അപ്പോൾ ലുഹറിൻ്റെ മുമ്പായിട്ട് ഞാൻ കൊണ്ടുവന്നു തരാം. മറ്റേ അഭിപ്രായം പ്രകാരം നിങ്ങൾ ഇരുന്ന ഇരിപ്പിൽ നിന്ന് എഴുന്നേൽക്കുന്നതിൻ്റെ മുമ്പ് ഞാൻ എത്തിച്ചു തരാം. അതുപോലെ അതിലും വേഗത്തിൽ വേണം. وقال الذي عنده علم من الكتاب انا آتيك به قبل ان يرتد اليك طرفك. അപ്പോഴാണ് ഒരു മനുഷ്യൻ പറഞ്ഞത് ആ മനുഷ്യൻ്റെ യോഗ്യത അല്ലദീ ഇൻദഹു ഇൽമും മിനൽ കിതാബ്, അദ്ദേഹത്തിൻ്റെ അരികിൽ ആകാശത്തിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളിലുള്ള വിജ്ഞാനങ്ങളുണ്ടായിരുന്നു. ആലിമായ ഒരു മനുഷ്യൻ പറഞ്ഞു, ആസിഫ് ബിൻ ബൽഖിയ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പറഞ്ഞു, അന ആതീക ബിഹി ഖബല അൻ യർതദ്ദ ഇലൈക തർഫുക്. നിങ്ങൾ കണ്ണിമ വെട്ടി തുറക്കുന്ന നേരം കൊണ്ട്, ഒന്ന് കണ്ണടച്ച് തുറക്കണതിൻ്റെ മുമ്പായിട്ട് ഞാൻ ഇവിടെ എത്തിച്ചു തരാം. അങ്ങനെ കൊണ്ടുവന്നു എന്നല്ലേ, കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടില്ലേ? അതിന് ജീവിച്ചവരോട് മാത്രമേ പറ്റുള്ളൂ എന്നാണോ? മരിച്ചവരോടും പറ്റും. ജീവിതകാലത്ത് കൊണ്ടുവരാൻ കഴിയുന്ന ആൾക്ക് അത് അള്ളാഹു നൽകിയ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. മരണശേഷവും ഒരാൾക്ക് അതേ പ്രകാരം അള്ളാഹു കഴിവ് നൽകിയാൽ അതേപോലെ കൊണ്ടുവരാനും കഴിയും. നമ്മൾ ഡോക്ടറുടെ അടുത്ത് നമുക്ക് രോഗം മാറാൻ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, ഡോക്ടറുടെ അരികിൽ പോയിട്ട് എൻ്റെ രോഗം മാറ്റിത്തരണം എന്ന് പറയാം. ഇവിടെ വന്നിട്ടും നമുക്ക് ഞങ്ങളുടെ രോഗം മാറ്റിത്തരണം എന്ന് പറയാം. ഡോക്ടർക്ക് രോഗം മാറ്റണമെങ്കിലും അള്ളാൻ്റെ സഹായം ഇല്ലാതെ നടക്കൂല. ഇവിടെ കിടക്കുന്ന മഹത്തുക്കൾക്ക് രോഗം മാറ്റണമെങ്കിലും അള്ളാൻ്റെ സഹായം ഇല്ലാതെ നടക്കൂല. അതിൽ ജീവിച്ചിരിക്കുന്നവരെന്നോ മരിച്ചോലെന്നോ ഒരു വ്യത്യാസമൊന്നുമില്ല. അള്ളാഹു സുബ്ഹാനഹു തആല ഹക്ക് മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഹ്ലുസുന്നത്തി വൽ ജമാഅയിൽ മരിക്കുവോളം മടിയുറച്ചു നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ ഈമാൻ അള്ളാഹു ഉറപ്പിച്ചു തരുമാറാകട്ടെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, പലരും രോഗം കൊണ്ടും മറ്റും. അതേ പ്രകാരം തന്നെ ഒരു സഹോദരി പ്രസവത്തിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അവരുടെ സുഖപ്രസവത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഉസ്താദിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഇവിടെ സലാത്തിന് വരുന്ന പലരും എന്നോടും അല്ലാതെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ ICUയിലും മറ്റും കഴിയുന്നവർ
രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. ഉസ്താദ് ഹജ്ജ് കഴിഞ്ഞിട്ട് കൂടെ വന്ന സമയമാണ്. ഈ ഹജ്ജിന് കഴിഞ്ഞ് വന്ന ആളെ കൊണ്ട് ദ്വാരപ്പിക്കൽ പ്രത്യേകം സുന്നത്തുണ്ടെന്ന്. അല്ലാഹു സുബ്ഹാനഹു തആല ഉസ്താദിൻ്റെ ഹജ്ജും ഉംറയും ഒക്കെ മഖ്ബൂലും മബ്റൂറുമായി സ്വീകരിക്കട്ടെ. നമുക്കും അല്ലാഹു അതിനൊക്കെയുള്ള തൗഫീക്ക് ആയുസ്സുള്ള ആരോഗ്യമുള്ള കാലത്ത് തന്നെ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.